ആ ജിങ്കി ചക്ക് ചാക്ക് ജിങ്കി ചക്ക. ഞാൻ അപ്പോൾ വാച്ച് നോക്കുകയാണ്, മണി വെളുപ്പിന് 3 മണി. നമ്മൾ ആ ട്രെയിനിൽ പിടിച്ച് ജിങ്കി ചക്ക് ചാക്ക് ജിങ്കി ചക്ക. അതൊക്കെ ഒരു അനുഭവങ്ങളാണ്. രാജേട്ടൻ അങ്ങനെ സിനിമകൾ അഭിനയത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് വളരെ കുറവാണല്ലോ. അത് എങ്ങനെയാ അത്തരം കഥാപാത്രങ്ങൾ കൃത്യമായി നോക്കി തന്നെ എടുക്കുവാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ ഞാൻ നോക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ വന്നു. പണ്ടൊക്കെ ഞാൻ വെളുപ്പിന് 6 മണി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെയും 8 മണിക്ക് പോകുന്ന കാലങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ടേക്ക് ഓഫ് ടൈമിലെ കഷ്ടപ്പാടുകൾ. ഇടയ്ക്ക് ഒരു ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു, നല്ല വേഷമുണ്ട്, ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്ന ഒരു നല്ല പോലീസുകാരുടെ റോളാണിത്, നമുക്ക് 5 ദിവസം മതി, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ചിട്ട് വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെയാണ്, ഫുൾ നൈറ്റാണ്. ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും വിളിക്കണം, ഞാൻ വരില്ല. എന്താ വേറെ ഒന്നുമല്ല, 9 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു എനർജി ഇല്ല. ഞാൻ നേരത്തെ ഉറങ്ങുന്നതാണ്, വളരെ നേരത്തെ എണീക്കുന്നതാണ്. എനിക്ക് പിന്നെ ക്യാമറയുടെ മുമ്പ് ഒന്ന് കോട്ടുമായിട്ട് ഡയറക്ടർ പറയുമ്പോൾ ഒരു എനർജി ഇല്ലാതെ പെർഫോം ചെയ്യുന്നതിനകത്ത് അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ചതിയായിരിക്കും. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ആക്ടർ വിട്ട് അത് ചെയ്യും, എനിക്ക് ഉറക്കം ഒഴിയാൻ ബുദ്ധിമുട്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ 22 ദിവസം ഫുൾ നൈറ്റ് വെളുപ്പിന് 6 മണി ഉറക്കം കഴിഞ്ഞപ്പോഴാണ് നമ്പർ 20 മദ്രാസ് ട്രെയിൻ. ഈ ട്രെയിൻ നൈറ്റ് ട്രാവൽ ചെയ്യുന്നില്ല, വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി. അയ്യോ ഇനി എടുക്കാൻ പറ്റില്ല, സൺലൈറ്റ് വന്നു എന്ന് ക്യാമറാൻ ധ്യാനം മനസ്സിന് പറയുമ്പോഴാണ് ജോഷ് സാർ നിൽക്കുന്നത്. എല്ലാവരും റൂമിൽ കിടന്ന് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ഔട്ട്ഡോർ എടുത്തിട്ട് വീണ്ടും ട്രെയിനിൽ. അങ്ങനെ 22 ദിവസം അയ്യോ കഷ്ടപ്പെടാം. അന്നൊക്കെ പറ്റും, നമ്മുടെ പ്രായം വെച്ചിട്ടൊക്കെ അങ്ങനെ എന്തിനും ചെയ്ത് നിൽക്കുകയല്ലേ സംഭവം. പക്ഷേ രാജേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ ഈ പറയുന്ന സമയം നോക്കാതെ സെറ്റിൽ നിൽക്കുന്ന ആളാണ്, എനിക്ക് അത്രയും ഡെഡിക്കേഷനോടെ നിൽക്കുന്ന ആളാണ്. മമ്മൂക്ക അങ്ങനെയല്ല, ഫാമിലിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഇവരെല്ലാം കഴിഞ്ഞ 10-30 കൊല്ലമായിട്ടുള്ള രാത്രി 12 മണിക്ക് ഒരു പടം പാക്കപ്പായാണ്, പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് വേറെ പടം ജോയിൻ ചെയ്യാണ്. കാര്യം അത്രയും കണ്ടിന്യൂസ് പടങ്ങൾ. ഇവർ മലയാള സിനിമയെ നിർത്തിയവരല്ലേ ബിസിനസ്സുപരമായിട്ട് രണ്ടുപേരും, മമ്മൂട്ടി അതെ മോഹൻലാലും അതെ. അപ്പോൾ ഇവർ ഭയങ്കര കഠിനാധ്വാനം. പക്ഷേ മമ്മൂട്ടി എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി അന്ന് വീട്ടിൽ വിളിക്കും പോകും. മോഹൻലാലിന് 2 മക്കളും പഠിച്ചത് ഊട്ടിയിലാണ്. അപ്പോൾ ഒരു വെക്കേഷന് വരുമ്പോൾ ഇവർ മക്കളെയും കൊണ്ടുവന്ന് വെളി രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോകണം, 10 ദിവസമേ ഉള്ളൂ. വേറെ ഊട്ടിയിലൊന്നും ഫോൺ ചെയ്യാനൊന്നും സമ്മതിക്കില്ല, പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ മക്കളുമായിട്ട് അധികം ദിവസം മോഹൻലാലിന് ഇരിക്കാൻ പറ്റില്ല. അത് മമ്മൂട്ടി എങ്ങനെയാണ് സമയം കണ്ടെത്തി പോവും, അല്ലെങ്കിൽ വിളിക്കും. എനിക്കറിയാം, ട്രിവാൻഡ്രത്ത് പ്രിയദർശൻ്റെ പടം നടക്കുമ്പോൾ വൈകുന്നേരം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് 6 മണിക്ക് നമ്പാസ് കാർ അത് ഓടിച്ചു പോകും. അത് എറണാകുളത്ത് എത്തുമ്പോൾ തന്നെ 10 മണിയാവും. എന്നിട്ട് വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് വെളുപ്പിന് 3 മണി തിരിച്ച് ഇവിടെ രാവിലെ 7 മണിക്ക് വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച. നമുക്ക് ഒരു പ്രാവശ്യം എറണാകുളത്ത് ബൈ റോഡ് വന്നാൽ തന്നെ ഭയങ്കര ക്ഷീണമാണ്. ഈ മദ്രാസ് മെയിലിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് അത്രയും ദിവസം ട്രെയിനിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കൗതുകത്തിൽ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ആ സമയത്ത്? അല്ല, ഒരുമിച്ചല്ല, അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയായിരിക്കും. കാര്യം മമ്മൂട്ടി അന്ന് ശശിയേട്ടൻ്റെ പടമുള്ള മറ്റേ ഒരു വല്ലാതെ പല്ലൊക്കെ വെച്ചൊരു മൃഗയെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് നിലമ്പൂർ വരെ റൂട്ടാണ്. മമ്മൂട്ടി ചെയ്യുന്നത് കാലിക്കറ്റാണ്, അവിടെയാണ് ചെയ്യുന്നത്. നമ്മൾ പാലക്കാട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം 6 മണിക്ക് പുള്ളി കയറും, ഈ കരിയൊക്കെ അഴിച്ചിട്ട്. എന്നിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടി ഓടിച്ച് നമ്മുടെ ട്രെയിൻ ഇപ്പം നിലമ്പൂർ സ്റ്റേഷൻ്റെ അടുത്ത് ഇങ്ങനെ ഇടത്ത് നിർത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പുള്ളി അവിടെ വരും, അവിടെ കയറും. പുള്ളി 6 മണി വരെ അഭിനയിക്കും. കഴിഞ്ഞിട്ട് ഇവിടുന്ന് കാറിൽ അവിടെ പോയി വലിയ അടിച്ച് കരി അടിച്ച് വീണ്ടും മൃഗം. അങ്ങനെ എത്രയോ ദിവസം കൊണ്ട് പുള്ളി സെറ്റിലൊക്കെ ഒരു ഷോട്ടില്ലാതെ പിന്നെ ഇങ്ങനെ ഉറങ്ങും. കാര്യം അത്ര ടയേർഡായിരുന്നു. പിന്നെ അങ്ങനെ ഒരു പടം ജോഷി സാറ് പറഞ്ഞു, അങ്ങനെയൊക്കെ പുള്ളി ചെയ്തതാണ്. അതാണ് എൻ്റെ അനുഭവം. ട്രെയിനിലെ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി തന്നിരിക്കുന്ന ട്രെയിനല്ലേ, ഈ കമ്പാർട്ട്മെൻറ്റിൽ വെള്ളമില്ല, ഒന്നുമില്ല. ഇതിനകത്ത് നടികൾ ഉൾപ്പെടെ എല്ലാവരും പോയി അതിനകത്ത് യൂസ് ചെയ്യും, വാഷ്റൂം, ഫസ്റ്റ് കോൾ ഓഫ് നേച്ചർ എന്നൊക്കെ പോകും. വെള്ളമില്ല. അപ്പോൾ നമ്മൾ ഇനി അറ്റത്തെ സീറ്റ് ഇരുന്നാലും നാറ്റമാണ് അതിനകത്ത് എല്ലാ ദിവസവും. ഭയങ്കര സ്മെല്ലൊക്കെ സഹിച്ചാൽ മതി. പക്ഷെ നമ്മൾ ബാക്കി കാര്യങ്ങളിലൊക്കെ മോഹൻലാലൊക്കെ പിന്നെ ഫുൾ വെള്ളം അടിച്ചിട്ടുള്ള പെർഫോമൻസ് നമ്മളൊക്കെ ആയിട്ട് അപ്പോൾ രസകരമായിരുന്നു. സീൻ വൈസ് ആ ജിങ്കി ചക്ക് ചാക്ക് ജിങ്കി ചക്ക. ഞാൻ അപ്പോൾ വാച്ച് നോക്കുകയാണ്, മണി വെളുപ്പിന് 3 മണി. നമ്മൾ ആ ട്രെയിനിൽ പിടിച്ച് ജിങ്കി ചക്ക് ചാക്ക് ജിങ്കി ചക്ക. അതൊക്കെ ഒരു അനുഭവങ്ങളാണ്.